പുനരധിവാസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വൺ ഡേ ഫോർ വയനാട് നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതിന് ഞങ്ങളെല്ലാം ഇതാ തയ്യാറാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ കണ്ടത്. ആ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം കൂടിയാണല്ലോ ന്യൂസ് 18 മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി എവിടെയാകും, നിർദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ടൗൺഷിപ്പിനുള്ള ആ ഭൂമി എവിടെയാകും എന്നതടക്കമുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലോ ജനങ്ങൾക്ക് മുന്നിലോ വ്യക്തമാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനനുസരിച്ചുള്ള അവലോകന യോഗങ്ങളെല്ലാം ഈ മണിക്കൂറുകളിലും അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൃത്യമായ രീതിയിൽ ഇതിലെല്ലാം ഒരു തീരുമാനം, ആ പുനരധിവാസത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് വിലയിരുത്താമോ അവിടെ നിന്ന്? അപർണ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ജനകീയ തെരച്ചിൽ, കാരണം ഇന്നലെ പ്രധാനമന്ത്രി വന്നത് അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് ഒരു ബ്രേക്ക് വന്നൊരു ദിവസമായിരുന്നു. 12 ദിവസമായി നടന്ന തെരച്ചിലിന് ഒരു ചെറിയ ഇടവേള വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് 2000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു ജനകീയ തെരച്ചിലിന് നമ്മൾ ഈ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് തുടർച്ചയായി നമ്മൾ അത്തരത്തിൽ അഭ്യർത്ഥിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഉദ്യമത്തോട് സഹകരിക്കാൻ വരുമ്പോൾ അതിനോടൊപ്പം ചേരുന്ന, അതായത് 2000 ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് വന്ന 2000-ഓളം ആളുകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് വിപുലമായ തെരച്ചിൽ അവിടെ നടന്നു എന്നുള്ളതാണ്. കാരണം ഇനി തെരച്ചിലുകൾ എന്നുള്ളത് ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നു എന്നുള്ളതല്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി ആളുകളെ ഇന്ന് നമ്മൾ വയനാടിന്റെ പല മേഖലകളിലും കണ്ടു. ഈ ദുരന്തബാധിത മേഖലയിലടക്കം പല വീടുകളിലും 12 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയപ്പോൾ തങ്ങളുടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, തങ്ങളുടെ ആരുടെയെങ്കിലും അവസാനമായി അവരുടെ ശരീരഭാഗങ്ങളെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് പോലും ചോദിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ ഇന്ന് കണ്ടു. അവർക്ക് ഒരാശ്വാസമായി ഇനിയും 2 ദിവസം കൂടിയും തെരച്ചിൽ തുടരും. 2 ദിവസം എന്നുള്ളത് നാളെയും മറ്റന്നാളും തെരച്ചിൽ തുടരും എന്ന് ഇന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. നാളെ ആർമിയുടെ ഒരു വിപുലമായ തെരച്ചിൽ കൂടി വയനാട് ഈ പ്രദേശത്ത് നടക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് 4 ശരീരഭാഗങ്ങൾ, 4 മൃതദേഹങ്ങൾ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇത് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടന്നിരുന്നു. പക്ഷെ അവിടെ എയർലിഫ്റ്റിംഗ് എന്ന ഉദ്യമം തുടക്കത്തിൽ അത്തരത്തിൽ അതിനുള്ള തുടക്കം കുറിച്ചുവെങ്കിൽ പോലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എയർലിഫ്റ്റിംഗ് ഉപേക്ഷിക്കുകയും നാളത്തേക്ക് ഇത് മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. നമുക്കറിയാം, ഈ സൂചിപ്പാറ മേഖലയിലൊക്കെ ഇന്ന് ശക്തമായ മഴ ഏതാണ്ട് 2 മണിക്ക് ശേഷം പെയ്യുകയും 3 മണിയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നാളെയാണ് കുറച്ചുകൂടി വിപുലമായ ഒരു തെരച്ചിൽ. രാവിലെ 7 മണിക്ക് ഫാം മേഖലയിൽ നിന്ന് ഏതാണ്ട് 6 മേഖലകൾ തിരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു 60-അംഗ സംഘം, അതിൽ NDRF ഉണ്ടാകും, അഗ്നിരക്ഷാ സേനയുണ്ടാകും, സിവിൽ ഡിഫൻസ് സേനയുണ്ടാകും, പോലീസ് ഉണ്ടാകും, വനവകുപ്പ് ഉണ്ടാകും. അങ്ങനെ പരമാവധി വിവരങ്ങൾ ലഭിക്കത്തക്ക വരെയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ആ തരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകരെ ചാലിയാർ പുഴയിലേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടകരമാണ് അവിടെ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒപ്പം 253 വാടക വീടുകൾ ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, ഏതാണ്ട് 472ഓളം ആളുകൾ ഭവനരഹിതരാണ്, കുടുംബങ്ങൾ. അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്നും എത്ര പേർക്ക് ഇനിയും തിരിച്ച് വീടുകൾ ആവശ്യമുണ്ട് എന്ന കാര്യത്തിലൊക്കെ കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ അല്പം ഒരു സമയമെടുക്കും. കാരണം അത്രത്തോളം ഭീകരമാണ് ഈ ദുരന്തം എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇതിനകം 253 വാടക വീടുകൾ, ഇവരെ മാറ്റാനായി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളത്, മറ്റ് സന്നദ്ധ സംഘടനകൾ നൽകിയത്, സുമനസ്സുകൾ നൽകിയത്, വാടക നൽകി വീടുകൾ എടുത്തത്, അങ്ങനെ 253 വീടുകൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനൊപ്പം നാളെ ഈ ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ രേഖകൾ, ഈ രേഖകൾ എന്നറിയാം, നമുക്കറിയാം അവരൊക്കെ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ വലിയ ദുരന്തം വന്നപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോയവരാണ്. അവർക്ക് ആ രേഖകൾ വീണ്ടെടുക്കാനുള്ള ഒരു ദിവസമായി കൂടി നാളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി കൂടി നാളെ പ്രത്യേക ക്യാമ്പുകൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് ഈ ജനങ്ങളെ, അവശേഷിക്കുന്നവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള നിലപാടുകളും നമ്മുടെ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാളെയും സമഗ്രമായ തെരച്ചിലുണ്ടാകും. ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടെ നീണ്ടു നിന്നേക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപർണ, തീർച്ചയായിട്ടും രഞ്ജിത്ത് രാമചന്ദ്രൻ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയപ്പോൾ നമ്മൾ